ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു പണ്ഡിതനെ എനിക്ക് അയച്ചു തന്ന ഒന്നാണ്. ദൈവം, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, വിശ്വാസികളോടാണ് പറയുന്നത്. ദൈവം ഭൂമിയെ ശിക്ഷിച്ചു. ദൈവമാണ് ഭൂമിയെ ശിക്ഷിച്ചിരിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. പല രീതിയിലായാലും ദൈവത്തോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്. അങ്ങനെ ഭൂമിയെ ശിക്ഷിച്ചപ്പോൾ ഭൂമി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ദൈവം മലകളെ ശിക്ഷിച്ചു. ആ ഭൂമിയെ ഇളകുന്നതിൽ നിന്ന് നിർത്താൻ വേണ്ടി ദൈവം മലകളെ ശിക്ഷിച്ചു. അപ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നത് മലാഖമാർ ദൈവത്തോട് ചോദിച്ചു, അല്ലയോ ദൈവമേ, ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള മല, ഈ മലകളിലേക്കാൾ എന്തെങ്കിലും ഇനി ശക്തിയുള്ളതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, ഉണ്ട്, ഇരുമ്പ് നല്ല ശക്തിയുള്ളതാണ്. പിന്നെ ചോദിച്ചു, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പറഞ്ഞു, അത് തീയാണ്, അഗ്നിയാണ്. അപ്പോ മല, ഇരുമ്പ്, തീ, ഫയറിനെ സൃഷ്ടിച്ചു ദൈവം. പിന്നെ ചോദിച്ചു, അകൽ ഈ തീയിനേക്കാളും ശക്തിയുള്ള വല്ലതുമുണ്ടോ? അപ്പൊ ദൈവം പറഞ്ഞു, മലായിക്കത്തുകളോട്, മലാഖമാരോട് പറഞ്ഞു, ഉണ്ട്, വെള്ളം ശക്തിയാണ്. അപ്പൊ വീണ്ടും ചോദിച്ചു, ഈ വെള്ളത്തെക്കാളും ശക്തിയുള്ള വല്ലതുമുണ്ടോ? അപ്പൊ പറഞ്ഞു, ഉണ്ട്, കാറ്റ്, ശക്തിയായ കാറ്റ്, അത് ശക്തിയാണ്. അപ്പോ ഇരുമ്പ്, ആദ്യം മല, ഇരുമ്പ്, തീ, അഗ്നി, വെള്ളം, കാറ്റ്. അപ്പൊ ചോദിച്ചു, അതിനേക്കാൾ ദൃഢമായത് വേറെ വല്ലതുമുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു, അതിനേക്കാൾ ദൃഢമായത് വലത്ത് കൈകൊണ്ട് എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അത് ഇടത്തു കൈ അറിയാതെ ആ ദാനധർമ്മം കൊടുക്കുന്നതാണ് മലകളെക്കാളും, ഇരുമ്പുകളെക്കാളും, അഗ്നിയേക്കാളും, വെള്ളത്തെക്കാളും, കാറ്റിനേക്കാളും ശക്തിയുള്ളത് എന്ന് ദൈവം പറഞ്ഞു. എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പണ്ഡിതൻ എനിക്ക് അയച്ചു തന്നതാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങളെക്കാൾ കഴിയുന്നത് പാവപ്പെട്ടവർക്കും, അവശർക്കും, അശരർക്കും, നിരാലംബർക്കും നിങ്ങൾ കൊടുക്കുക.